നിനക്കവിടെ എന്ത് കാര്യം? നീ ആരാ? ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ. ഉത്തരം പറയണമെന്നുണ്ട്, പക്ഷേ പറയത്തില്ല. കാരണം നമ്മൾ പറയുന്ന ഉത്തരം കേൾവിക്കാർക്ക് തൃപ്തി വരുത്തത്തില്ല, ചോദ്യകർത്താക്കൾക്ക് തൃപ്തി വരുത്തത്തില്ല. അറിയാം എന്ന് വെച്ചാൽ സ്വയം മനസ്സിലാവുന്നുണ്ട്. ഒരിത്തിൽ കണ്ണി പോലെ മറ്റുള്ളവർക്കൊരു ഭാരമായി, ബാധ്യതയായി അങ്ങനെ തുടരുന്ന, അതെ, ചങ്ക് കത്തുക. കേൾക്ക്, ചിലരുടെ ചോദ്യങ്ങൾക്ക് നീയല്ല, നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ഉത്തരം പറയുവാൻ ഒരാളെ ഇന്ന് അയക്കും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രേക്ഷർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട, ഇവിടം വിടുകയും വേണ്ട, ഇവിടെ എൻ്റെ ബാല്യക്കാരത്തികളോട് ചേർന്ന് കൊള്ളുക. ഒരു വാക്യം കൂടെ, അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വച്ച് അവരുടെ പിന്നാലെ പോയിക്കൊള്ളുക. ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾക്കരികെ ചെന്ന് ഭാര്യക്കാർ കോരി വച്ചതിൽ നിന്ന് കുടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഒരു ഉത്തരമാണ് രൂത്ത് എന്ന മോവാബ്യ സ്ത്രീ സ്വയം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സംഭവം നിങ്ങൾക്കറിയാമല്ലോ. നവോമി എന്ന ബെത്ലഹേം കാരത്തിക്കൊപ്പം അവൾ കുറച്ച് ദിവസം പാർത്ത മോവാബ് ദേശത്തിൽ നിന്ന് അവൾക്കൊപ്പം കൂടിയ അവളുടെ പ്രിയ മരുമകൾ, മകൻ്റെ ഭാര്യയാണ് രൂത്ത്. രൂത്ത് വിധവയാണ്. തൻ്റെ കുടുംബത്തിൽ ആണുങ്ങളാരും ആ സമയം ശേഷിച്ചിട്ടില്ല. തനിക്ക് നവോമി എന്ന് പറയുന്ന ഒരു അമ്മായി അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ തങ്ങൾക്ക് ജീവിക്കണം. അന്നത്തെ സാഹചര്യത്തിൽ തൊഴിലെടുത്ത് ജീവിക്കുവാൻ കഴിയുന്ന അവസ്ഥയല്ല. നീ വിഷമിക്കണ്ട, നിനക്ക് കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ തരും. നിനക്കും നിന്നെ ആശ്രയിക്കുന്ന ഒപ്പമുള്ളവർക്ക് ജീവിക്കുവാൻ വേണ്ടി. സിസ്റ്ററെ, നിൻ്റെ സങ്കടവത, പാസ്റ്ററെ, ഒരു വരുമാന മാർഗം തുറന്നു കിട്ടിയാലേ പറ്റത്തുള്ളൂ. എൻ്റെ മക്കളെ നോക്കണം, എൻ്റെ കുടുംബകാര്യം നോക്കണം, ഞാൻ മാത്രമേ ഉള്ളൂ. കേൾക്ക്, കർത്താവ് നിനക്ക് വഴി തുറന്നു തരിക. താങ്ക് യു ലോർഡ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അപ്പോൾ അന്നത്തെ സാഹചര്യം തികച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ കാലാ പെറുക്കരുത്, അല്ലെങ്കിൽ ഉതിർന്നു വീഴുന്നത് എടുക്കരുത്. പഴയ നിയമത്തിലെ കൽപ്പനകളിൽ പ്രധാനപ്പെട്ടതാണ്. പരദേശിക്കും വിധവയ്ക്കും അന്യനും അന്യജാതിക്കാരനും ഭക്ഷിച്ച് തൃപ്തി വരുവാൻ വേണ്ടി ദൈവം കൊടുത്ത കൽപ്പനകളിൽ പ്രധാനപ്പെട്ടത്. അവിധത്തിൽ കൊയ്ത്ത് നടക്കുന്ന പാടത്ത് തൊഴിഞ്ഞു വീഴുന്നത് പെറുക്കുവാൻ വേണ്ടി ഈ സ്ത്രീ കടന്നു പോവുകയാണ്. ബോബസ് എന്ന് പറയുന്ന ആ നാട്ടിലെ ധനാഢ്യനായ മനുഷ്യൻ്റെ വയലിലേക്ക്. ഈ സ്ത്രീ ആ ദേശത്തിൽ പരിചിതയല്ല, മീൻസ് അപരിചിതയായ സ്ത്രീയാണ്. 100 ചോദ്യങ്ങൾ അവളുടെ നേരെ വരാം. നീ ആര്? നീ എവിടെ നിന്ന് വരുന്നു? നീ ഇസ്രായേൽക്കാരത്തി അല്ലല്ലോ, നീ അന്യജാതിക്കാരിയാണല്ലോ, നീ എന്തിനാണ് ഇവിടെ വരുന്നത്? ഇവിടെ ഈ വയലിൽ നിന്ന് പെറുക്കുവാൻ ഇവിടെ തന്നെ അബലകളായ, ആശ്രയമറ്റ, നിരാലംബരായ ഒത്തിരി പേരുണ്ടല്ലോ, പിന്നെ നീ എന്തിനാണ്? അല്ലെങ്കിൽ നിൻ്റെ പാസ്റ്റ് എന്താണ്? ഇതിനൊന്നും ഉത്തരം പെട്ടെന്ന് പറയുവാൻ രൂത്തായിരിക്കുന്ന അവസ്ഥയിൽ കഴിയണമെന്നില്ല. തികച്ചും അപരിചിതമായൊരു സാഹചര്യമാണ്. അപരിചിതമായൊരിടത്ത് ഒത്തിരി ചോദ്യങ്ങളുണ്ട്, പക്ഷേ ഉത്തരം പറയുവാൻ കഴിയാതെ സങ്കടപ്പെട്ടായിരിക്കുന്ന ചിലർ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. കേൾക്ക്, നിൻ്റെ ഉത്തരമല്ല, നിന്നെ അവിടെ നിലനിർത്തുമാറാക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഉത്തരം പറയുവാൻ ചിലരെ എഴുന്നേൽപ്പിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങുക. താങ്ക് യു ലോർഡ്. ആ രാജ്യത്ത് ബ്രദർ, സിസ്റ്റർ, നിനക്ക് പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ കഴിയുന്നില്ല. മോളെ, നിനക്ക് പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ കഴിയുന്നില്ല. നീ പ്രതീക്ഷയോടെ കടന്നുപോയ സ്ഥാനത്ത് തുടരണമെങ്കിൽ പല ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം. അവിടെ നിനക്ക് തുടരുവാൻ കഴിയണമെങ്കിൽ, നിൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയായി തുടരുവാൻ കഴിയണമെങ്കിൽ, നിൻ്റെ കുടുംബം മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയണമെങ്കിൽ പലരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. പക്ഷേ നീ അശക്തയാണ്, ഉത്തരം നൽകുവാൻ നിനക്ക് ശക്തിയില്ല. ഈ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്ക് വേണ്ടി ഉത്തരം പറയുവാൻ നീതിന്യായ വ്യവസ്ഥയുടെ മുൻപിൽ, അഥവാ ആ കോടതിക്കകത്ത് നിനക്ക് വേണ്ടി ഉത്തരം പറയുവാൻ എൻ്റെ ദൈവം ചിലരെ അയക്കും. നിനക്കുള്ളത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ, നിൻ്റെ അവകാശങ്ങൾ കവരപ്പെട്ടു പോകാതിരിക്കുവാൻ, നീ നിൻ്റെ ഭർത്താവിനൊപ്പം സന്തോഷത്തോടെ സമാധാനത്തോടെ വാസിക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം ചിലരെ അതിനകത്ത് നിനക്ക് വേണ്ടി അയക്കും. പ്രാർത്ഥിച്ചു തുടങ്ങ്. ആമേൻ. അപ്പം നോക്കൂ, അവിടെ ഒരുപാട് ചോദ്യങ്ങൾ ഉത്തരം പറയുവാനില്ലാതെ അവശേഷിപ്പിച്ച് ഭവനത്തിലേക്ക് കടന്നു പോയവൾ പിറ്റേ ദിവസം വീണ്ടും കടന്നു വരുന്നു. അവൾക്കറിയാം 100 ചോദ്യങ്ങൾ ഞാൻ ഫേസ് ചെയ്യേണ്ടി വരും, ഉത്തരം എന്ത് പറയണമെന്ന് അറിയത്തില്ല. പലരുടെയും ടെൻഷനും സങ്കടവും അതാണ് ഈ സമയവും.
പാസ്റ്റർ ഒത്തിരി ചോദ്യങ്ങൾ എനിക്ക് മുമ്പിലുണ്ട്. മക്കൾ എന്നോട് ചോദിക്കും ഫീസ് കൊടുക്കണം, എനിക്കറിയത്തില്ല. വാടകക്കാർ വാടക ചോദിക്കും, എന്ത് പറയണമെന്ന് അറിയത്തില്ല. ലോണിൻ്റെ EMI അടയ്ക്കണം, ചോദ്യം വരും, എന്ത് പറയണമെന്ന് അറിയത്തില്ല. പലരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ നിനക്ക് കഴിയാതെ ആയിരിക്കുന്നുവോ? കേൾക്ക്, നിനക്കുത്തരവുമായി എൻ്റെ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. നീ ഉത്തരം കൊടുക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തിൽ ചിലരെ എഴുന്നേൽപ്പിക്കും. ആ ലോൺ അടയ്ക്കുവാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. ആ ബാധ്യതയിൽ നീ പുറത്തു വരുവാൻ, കൈനീട്ടി വാങ്ങിയത് തലകുനിച്ച് നിൽക്കാതെ തിരികെ കൊടുക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. അതേ, നിൻ്റെ തലമുറയുടെ വിദ്യാഭ്യാസം പകുതി വഴിയിൽ നിന്നു പോകാതിരിക്കുവാൻ, ആ വസ്തു വീട് ജപ്തിയായി പോകാതിരിക്കുവാൻ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ചിലരെ എഴുന്നേൽപ്പിക്കും. ആമേൻ. നോക്കൂ, ആ എഴുന്നേൽപ്പിച്ച ആൾ ആദ്യം വന്നിട്ട് അവളോട് സംസാരിക്കുകയാണ്. ഇനി പെറുക്കുവാൻ നീ ഒരിടത്തും പോണ്ട. ആമേൻ. ഇനി നീ കൈനീട്ടാൻ ഒരിടത്തും പോണ്ട. ഇനി അവർ സഹായിക്കും, ഇവർ സഹായിക്കും, അവർ കൂടെ കാണും. നോ, ഇനി ആ അലച്ചിലിന് സാഹചര്യം ഇല്ല. നിനക്ക് വേണ്ടി ദൈവം എന്നെ കരുതിയിരിക്കുന്നു. ബോവസ് പറയുക, താങ്ക് ലോർഡ്. തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൂതാകട്ടോ, ചിലരെ നിനക്ക് വേണ്ടി എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ പോകുക. ബ്രദർ, ഇനിയും നീ തൊഴിലന്വേഷകനായി തലകുനിച്ചായിരിക്കുവാൻ ഇടവരാത്ത വിധത്തിൽ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ചിലരെ എഴുന്നേൽപ്പിക്കുന്നു. പ്രിയ മാതാവേ, പിതാവേ, നിങ്ങളുടെ സങ്കടം മക്കൾക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി ആരുമില്ല, സംസാരിക്കുവാൻ ആരുമില്ല, എനിക്കതിനുള്ള കഴിവില്ല, കാര്യപ്രാപ്തിയില്ല. കേൾക്ക്, നിൻ്റെ തലമുറകൾക്ക് വേണ്ടി എൻ്റെ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കുവാൻ പോകുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. അവരുടെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി. ശുശ്രൂഷക, നിൻ്റെ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിനക്കൊപ്പം ചേർന്ന് നിൽക്കുവാൻ എൻ്റെ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കുവാൻ പോകുന്നു. ബിസിനസ് ചെയ്യുന്ന ബ്രദർ, കേൾക്ക്, ചിലർ നിന്റെ ഒത്തിരി ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി, ഒത്തിരി പേർ നിന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി നിനക്കൊപ്പം ചേർന്ന് നിൽക്കുവാൻ എഴുന്നേൽക്കുവാൻ പോകുന്നു. ആമേൻ. അപ്പോൾ ബോവസ് ആദ്യം പറയുകയാണ്, നീ ഇനി പെറുക്കാൻ പോകണ്ട, നിൻ്റെ അലച്ചിലിന് അറുതിയായി. എന്നിട്ട് അവിടെ നിൽക്കുന്നവരോട് പറയുകയാണ്, നിങ്ങളിനി ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട, ഇവൾക്ക് പെറുക്കുവാനുള്ളത് കുടഞ്ഞിട്ട് കൊടുത്തോളണം. വീഴുന്നത് നോക്കി ഇവൾ നടക്കുവാൻ ഇടവരരുത്. അതേ, നീ എവിടെ നിന്നെങ്കിലും തൊഴിഞ്ഞ് വീഴുന്നത് നോക്കി, സൗജന്യം കിട്ടുന്നത് നോക്കി നടക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് വേണ്ടത് എൻ്റെ ദൈവം കൊഴിച്ചു തരും. ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതവണ്ണം എൻ്റെ ദൈവം തന്ന് നിന്നെ മാനിക്കുവാൻ പോകുന്നു. റെഡിയാണോ? അവിടെ തന്നെ നിനക്ക് വേണ്ടി ഉത്തരം പറയുവാൻ നിങ്ങൾ ഇവിടെ. ആമേൻ. ആ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്, പാസ്റ്ററേ, ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ ഫേസ് ചെയ്തായിരിക്കുന്നു. ഞാൻ പിറന്ന് വളർന്ന എൻ്റെ വീട്ടിനകത്ത് എൻ്റെ വിവാഹം കഴിഞ്ഞു, എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു, ഞാൻ തിരികെ എൻ്റെ ഭവനത്തിനകത്തായിരിക്കുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കേണ്ടവർ, എന്നെ ചേർത്ത് പിടിക്കേണ്ടവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒത്തിരിയുണ്ട്. അവരുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയുവാൻ എനിക്കില്ല പാസ്റ്ററെ. എനിക്കെന്ത് ചെയ്യണമെന്നറിയത്തില്ല. എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടണമെന്നുണ്ട്. ചിലപ്പോഴൊക്കെ രാത്രികളിൽ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കും, എവിടെയെങ്കിലും ഇറങ്ങി ഓടിയാലോ. എന്നിട്ടൊരു ഭ്രാന്തിയെ പോലെ മുടിയൊക്കെ കുലച്ചിട്ട് ദേഹത്തൊക്കെ അഴുക്ക് പുരട്ടി ആരെങ്കിലും തരുന്ന ഭിക്ഷ കഴിച്ച് ജീവിച്ചാൽ അത്രമാത്രം സങ്കടപ്പെട്ട്, സഹോദരി, നീ അത്രമാത്രം സങ്കടപ്പെട്ടായിരിക്കുക. കേൾക്ക്, നിനക്ക് വേണ്ടി ഉത്തരം പറയുവാൻ എൻ്റെ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കുക. അവിടെ നിന്ന് ഒരു ഭ്രാന്തിയെ പോലെ നീ ഓടാതിരിക്കുവാൻ, ഒരു ഭ്രാന്തിയായി ഒപ്പമുള്ളവർ നിന്നെ കാണാതിരിക്കുവാൻ. ആമേൻ. സങ്കടത്തോടെ ആ സഹോദരി വിളിക്കുന്നു. പ്രൈസ് ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ആ സഹോദരിയുടെ പല ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് പോലും ഉത്തരമില്ല. അതിനർത്ഥം എല്ലാ ചോദ്യങ്ങൾക്കും ഞങ്ങളുടെ കയ്യിൽ ഉത്തരമുണ്ടെന്നല്ല. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ഉത്തരമില്ല, പക്ഷേ ഉത്തരമുള്ള ഒരുവനുണ്ട്, എൻ്റെ യേശു. നിങ്ങളുടെ ഏത് ചോദ്യത്തിനും എൻ്റെ യേശുവിൻ്റെ പക്കൽ ഉത്തരമുണ്ട്. ചേർന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. നമ്മുടെ പ്രതിമാസ ഉപവാസ പ്രാർത്ഥനകൾക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് പ്രിയ സഹോദരി സമയം വേർതിരിച്ചു. നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും പ്രാർത്ഥിച്ച് പലരും ചോദിച്ച ചോദ്യങ്ങൾക്ക് ദൈവത്താൽ ഉത്തരം നൽകുവാനുമുള്ള അവസരമുണ്ട്. കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. അങ്ങനെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ തിന്നു മുടിപ്പിക്കുവാൻ കയറി വന്നവൾ, എല്ലാം കൊടുത്തു വിട്ടിട്ട് വീണ്ടും കയറി വന്നവൾ, ഇവൾ ഞങ്ങൾക്കൊരു ബാധ്യതയായി ഇങ്ങനെ 100 കുത്തുവാക്കുകളും പരിഹാസ വാക്കുകളും കേട്ട ആ സഹോദരി ഒരു ദിവസം വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ, കർത്താവ് എനിക്കൊരു ജോലി തന്നു. ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കുന്നു. ഞാൻ തിന്നു മുടിപ്പിക്കുവാൻ കിടക്കുന്നവളല്ല. ഞാനിനി അവർക്ക് ബാധ്യതയല്ല, ഭാരമല്ല. ഞാനിനി അവർക്ക് ആശ്രയമാണ്. റെഡിയാണോ? പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ കോൺടാക്ട് ചെയ്തോ. ആ സഹോദരിയെ പോലെ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട്. ആർക്കും ബാധ്യതയായി നീ തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ഉപവസിക്കാം,
കൂടുതൽ വിവരങ്ങൾ അറിയിക്കാൻ കോൺടാക്ട് ചെയ്താൽ മതി. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് വചന ധ്യാനത്തിലും മധ്യസ്ഥ പ്രാർത്ഥനയിലും ഉറ്റിരിക്കുവാനും പ്രാപിക്കുവാനുമുള്ള അവസരമുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസ പ്രാർത്ഥന, ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വിശുദ്ധ സഭാരാധന. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വാർഷിപ്പ് സെൻറ്ററിൽ വെച്ച് പ്രാർത്ഥനയോടെ കടന്നു വന്നു വിടുതലോടെ മടങ്ങിപ്പോകാം. കണ്ണടച്ചോ വിശ്വസ്ത കർത്താവേ നല്ല ദൈവമേ, ഒപ്പമായിരിക്കുന്ന ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. 100 ചോദ്യങ്ങൾ ഉത്തരം പറയുവാൻ കഴിയാതെ, ആഗ്രഹിച്ചിട്ടും ഉത്തരം കൊടുക്കുവാൻ കഴിയാതെ, കുത്തുവാക്കുകളും പരിഹാസവാക്കുകളും നിന്നാവാക്കുകളും കേട്ടായിരിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഇന്നത്തെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകട്ടെ. ഇവർക്ക് വേണ്ടി ഉത്തരം പറയുവാൻ ചിലരെ എഴുന്നേൽപ്പിക്കണമേ. അപ്പോൾ ആ നന്മകളെ കരങ്ങളിൽ നൽകി അത് ഇവരുടെ ഉത്തരമായി മാറട്ടെ. ശൂന്യതകൾ, ഇല്ലായ്മകൾ മാറിപ്പോകട്ടെ. തൊഴിലില്ലായ്മയുടെ വേദന അനുഭവിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ ഇവർക്ക് വഴികളെ വാതിലുകൾ അങ്ങ് തുറന്നു കൊടുക്കണമേ. വിദേശ രാജ്യങ്ങളിൽ കടന്നുപോയി പല നിയമക്കുരുക്കുകളിൽ നിയമപ്രശ്നങ്ങളിലായിരിക്കുന്നവർ, ജോലി സംബന്ധമായി പല എക്സ്പ്ലനേഷൻസും കൊടുക്കുവാൻ കഴിയാതെ ആയിരിക്കുന്നവർ സ്വർഗം മറുപടി നൽകണമേ. സ്കോറുകളില്ലാതെ ഭാരപ്പെടുന്നവർ സ്കോറുകൾ ലഭിക്കട്ടെ. തുടർന്ന് വരുന്ന എക്സാമുകളിൽ നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. പ്രൊമോട്ട് ചെയ്യപ്പെടട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്ന സകലരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വലുതും ചെറുതുമായ എല്ലാ ബിസിനസ് മേഖലകളും അനുഗ്രഹിക്കപ്പെടട്ടെ. സമൃദ്ധി വെളിപ്പെടട്ടെ. എല്ലാ ഞെരുക്കങ്ങളും മാറട്ടെ. എല്ലാ ഇല്ലായ്മകളും മാറിപ്പോകട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ഭാവി ജീവിതം, ഉപരിപഠന സാഹചര്യങ്ങൾ അനുഗ്രഹമായിട്ടുണ്ട്. വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. തലമുറകളെ പഠിപ്പിക്കുവാൻ പാങ്ങില്ലാതെ ഭാരപ്പെടുന്ന മാതാപിതാക്കളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ കരങ്ങളുടെ ശൂന്യത മാറ്റട്ടെ. പകുതി വഴിയിൽ പഠനം മുടങ്ങിപ്പോകുവാൻ അനുവദിക്കരുത്. ലോൺ അടച്ചു തീർക്കുവാനുള്ളത് കരങ്ങളിൽ നൽകണമേ. ബാധ്യതകൾ മാറട്ടെ. പലിശക്കടങ്ങളിൽ ജപ്തി നടപടികളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. ഡിപ്രഷനുകൾ, ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ. ഇവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികം നൽകി ഞങ്ങളെ മാനിക്കുന്ന നല്ല കർത്താവേ, ഇവരുടെ പ്രാർത്ഥനകൾക്ക് സ്വർഗ്ഗമങ്ങ് മറുപടി തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുക മാത്രമല്ല, നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം. അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, അതെ, ആ ഉത്തരമായി മാറാം. നാളെ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ചു. പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.